മിനിമം ചാർജ് എത്രയാണ് ലിഫ്റ്റ്? ഒരു 8.5 lakhs സ്റ്റാർട്ടിങ്. ഗ്രൗണ്ട് പ്ലസ് ഫണ്ടാണെന്നുണ്ടെങ്കിൽ. എത്ര വർഷമായി കമ്പനി അത്? നമ്മൾ 20 വർഷം, 2005 മാനുഫാക്ചേഴ്സ് ആണ്. ചേർത്തലപ്പള്ളി പുറത്താണ് നമ്മളുടെ ഫാക്ടറി. എത്ര പേർക്ക് കയറാവുന്ന? ഇപ്പോൾ 6 പേര് കയറാവുന്നതാണ്. വേറെ പല ടൈപ്പ് ഉണ്ടാക്കിയല്ലേ? പല ഡിസൈൻസ് ഉണ്ട് സാർ. നമുക്ക് വേണമെന്ന ഉള്ളിൽ ചെറുക്കാണ്. സാറേ ഇത് ഒരു 6 പേരുടെ കപ്പാസിറ്റിയുള്ള ലിഫ്റ്റാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിസൈൻസ് ആണ് ഇപ്പോൾ നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഈ പാനലുകൾ മിറർ ഫിനിഷ്, എയർലൈൻ ഫിനിഷ്, SS-ൻ്റെ സ്ട്രൈപ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് ഡിസൈൻസ് നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിങ് വരുന്നത് ഗ്ലാസ് ആണ് നിലവിൽ കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രാനൈറ്റോ ടൈലോ അല്ലെങ്കിൽ PVC ഫ്ലോറിങ്ങോ കൊടുക്കാം. ഇപ്പോൾ സീലിംഗ് നമ്മളിപ്പോൾ ഈ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ സാറിന് ഇഷ്ടം പോലെ കസ്റ്റമൈസ് ചെയ്യാം. ഇത് 6 പാസഞ്ചർ കപ്പാസിറ്റി. ഇതിനെന്ത് വില വരും? നമുക്ക് ഇതിന്റെ ഗ്രൗണ്ട് കൂടെ വരും. G+1 ആണെന്നുണ്ടെങ്കിൽ ഒരു 8 lakhs 8.5 lakhs. ഗ്യാരണ്ടിയാ? ഹോം ലിഫ്റ്റ് ആണെങ്കിലോ? സെയിം, ഓൾമോസ്റ്റ് സെയിം പ്രൈസ് തന്നെ. എത്ര ഗ്യാരണ്ടി എത്ര വർഷമുണ്ട്? നമ്മൾ ഇപ്പോൾ ഇനീഷ്യലി നമ്മൾ വർക്കൗട്ട് സൈൻ ചെയ്താൽ 1 year ആണ് നോർമലി കൊടുക്കാറ്. 1 year ഫ്രീ വാറണ്ടി. കംപ്ലൈന്റ് വിളിച്ചു പറഞ്ഞാൽ എത്ര സമയത്ത് വരും? നമ്മൾ നോർമൽ ടൈം പറയുന്നത് ഒരു 1.5 hours ആണ്. അതായത് വരാണ്ടിരിക്കുന്ന സമയം, സൈഡിലേക്ക് നമ്മൾ ഓഫീസിൽ നിന്ന് വരാണ്ടിരിക്കുന്ന സമയം മാത്രം. മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. നമ്മളെ ഫാക്ടറിയിൽ സ്റ്റോർഡാണ്. അപ്പോൾ അതിൻ്റെ കൺസേൺ ഒന്നുമില്ല. ഇത് ഒരെണ്ണം നല്ലതുണ്ടോ? പിന്നെ സാറേ എവിടെ? സ്ഥലം എവിടെയാണ്?